ഗുഡ് മോർണിംഗ് കേരള. ഈ അടുത്ത കാലത്തായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണുമ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്ന ഒരു വലിയ കേരളത്തിലെ ചർച്ചാ വിഷയം ബോച്ചെ, ഹണി റോസ്. പിന്നെ ഹണി റോസ് കേസ് കൊടുത്തു, അത് കോർട്ടിൽ പോയി, അത് ബോച്ചെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. അതിനെ അനുകൂലിച്ചും അതിനെ പ്രതികരിച്ചും അതിനെതിരായിട്ടും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാർ പലരും വീഡിയോ ഇട്ടു, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇട്ടു. അപ്പം അതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു വിഷയം ബോച്ചെ ദയാർത്ഥ പ്രയോഗം മലയാളത്തിൽ നടത്തി എന്നുള്ളതാണ്. എന്നാൽ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മളൊരു വലിയ ഡിഫിക്കൽട്ട് ലാംഗ്വേജാണ്. ഈയിടെ അതിനെക്കുറിച്ച് ആരോ റിസർച്ച് ചെയ്തിരുന്നു. അപ്പം എനിക്കറിയാം, മലയാളത്തിൽ നമ്മൾ ആരോടെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ടോണ് മാറ്റിയാൽ ആ മൊത്തം സെൻറ്റൻസിൻ്റെ അർത്ഥം മാറുന്നതായിട്ട് കാണും. അതങ്ങനെ തന്നെയാണ്. പണ്ട് ഞാൻ ജഗതിയുടെ ഏതൊരു ഫിലിം കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അവൻ എന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞൊരു ഒളിപ്പ് സിനിമ, ഒരു തമാശ സിനിമ വന്നതായിട്ട് ഞാനിത് കണ്ട് ഞങ്ങളെല്ലാവരും ചിരിച്ചു. അവൻ എന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കാരണം പലപ്പോഴും പല പ്രയോഗങ്ങളും ഇപ്പം നമ്മൾ തിരുവിതാംകൂറിൽ പറയുന്ന ചില വാക്കുകളുടെ പ്രയോഗമായിരിക്കത്തില്ല മലബാറിൽ പറയുന്ന ഇന്ന് മലയാളം പറയുന്ന ജീവിതങ്ങളിൽ ഭാഷാ ദാരിദ്ര്യം ഒത്തിരി കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കാരണം, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അവിടെ ഇവിടങ്ങളിലായിട്ടൊക്കെ വായനാശാലകളുണ്ടായിരുന്നു, ലൈബ്രറികളുണ്ടായിരുന്നു. ആൾക്കാർ ലൈബ്രറികളിൽ പോയിരുന്നു, വായിക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും കമ്മ്യൂണിസവും ഒക്കെ കടന്നു വന്ന കാലങ്ങളിലും അത് കഴിഞ്ഞുള്ള കാലങ്ങളിലും അടിയന്തരാവസ്ഥയുടെ കാലങ്ങളിലൊക്കെ യുവാക്കൾ വായനശാലകളിൽ പോയി വായിക്കുമായിരുന്നു. എന്നാൽ ഇത് കോളേജ് ലൈബ്രറി ഉണ്ടെങ്കിൽ തന്നെ വായനാശീലം ആക്കിയ യൗവനക്കാരത്ര അവരുടേതാകുന്ന ടെക്സ്റ്റോ അവരുടേതാകുന്ന ടെക്നിക്കൽ ബുക്സോ ഇംഗ്ലീഷ് ലൈബ്രറിയോ അല്ലെങ്കിൽ ലാംഗ്വേജ് ബുക്സോ ഒക്കെ വായിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് നാം കാണുന്നത്. അതുകൊണ്ട് പലയിടത്തും പല വ്യക്തികളും മലയാളത്തിൽ നമ്മളോട് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഷാ ദാരിദ്ര്യം പലരുടെയും സംസാരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സിനിമയിൽ നിന്ന് ഒത്തിരി ഭാഷകൾ നമ്മുടെ ദൈനംദിന ടോക്കറ്റീവ് ലാംഗ്വേജിൽ കയറിപ്പറ്റി. എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ഈ അടുത്തിടയ്ക്കാണ് എന്നോടൊരാൾ പറയും അത് ഭയങ്കര തള്ള. അപ്പം തള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ തള്ള എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മയെന്നും പിന്നെ തള്ളെന്ന് പറഞ്ഞാൽ വണ്ടിയെ പുഷ് ചെയ്യുവാണ്. അപ്പം എന്നാൽ ഇപ്പോൾ ഉള്ള തള്ളിൻ്റെ അർത്ഥം വേറൊന്ന്, അവൻ ഭയങ്കര തള്ള, അവൻ ഭയങ്കര തേപ്പ. പിന്നെ ഇങ്ങനെയുള്ള ഒത്തിരി നാടൻ പ്രയോഗങ്ങൾ നമ്മുടെ ഭാഷയ്ക്കകത്ത് കയറി. അപ്പോൾ പലരും യൗവനക്കാർ പറയുന്ന അർത്ഥമായിരിക്കത്തില്ല പ്രായമുള്ളവർ പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ യൗവനക്കാരുടെ സംസാര ശൈലിയിലും അല്ലെങ്കിൽ അവരുടെ കൊട്ടേഷനിലുമുള്ള ശബ്ദങ്ങളോ അല്ലെങ്കിൽ അതിൻ്റേതാകുന്ന രീതികളോ അല്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ നാട്ടിൽ ഇന്നൊരു ഭാഷാ ദാരിദ്ര്യമായിക്കൊണ്ടിരിക്കുക. അതൊരു കഴിഞ്ഞ 70-80കളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പം മലയാള സാഹിത്യങ്ങൾ വായിക്കുന്നവരും MA മലയാളം എടുത്ത ആരെങ്കിലും അല്ലാതെ അല്ലെങ്കിൽ സ്കോളറാകാൻ കോളേജിൽ പോകുന്നവരല്ലാതെ സാഹിത്യങ്ങൾ വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സാഹിത്യ ഭാഷകൾ അല്ലെങ്കിൽ അതിൻ്റേതാകുന്ന അർത്ഥസമ്പുഷ്ടമായ ഭാഷാ പ്രയോഗങ്ങൾ വിട്ടിട്ട് നമ്മൾക്ക് പലരും ടോക്കറ്റീവ് ലാംഗ്വേജാണ് നമുക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ടോക്കറ്റീവ് ലാംഗ്വേജിലാണ് പലരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയോട് കാറായിരുന്നുണ്ട് അവൻ ഭയങ്കര ഗർത്തത്തിൽ പോയി കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പോലും ആ പ്രയോഗം നിരന്തരം കേൾക്കാത്തത് കൊണ്ട് ഗർത്തം എന്താണെന്ന് പോലും മനസ്സിലായില്ല. അതൊന്നും നീ പറഞ്ഞതെന്ന് എന്നോട് ചോദിച്ചു. അപ്പം
ആ ഭാഷയുടെ നമ്മുടെ മലയാള ഭാഷയുടെ ഭയങ്കര അർത്ഥവത്തായ പല വാക്കുകളും ഇന്ന് ലുപ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്. അതുപോലെ തന്നെ ഈ തലമുറ നാം കാണുന്നത്, ഞാനിപ്പോൾ വായിക്കുന്ന ന്യൂസുകളിലൊക്കെ കാണുന്നത് ഡെയിലി അവിടെ കഞ്ചാവ് പിടിച്ചു, ഇവിടെ MDMA പിടിച്ചു, ഇവിടെ പിന്നെ ഇന്നാരെ പിടിച്ചു. എത്ര പേരെ ഒരു എല്ലാ കണക്കൂടെ ഒരു 700 പേരെങ്കിലും ഒരു വർഷം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നുണ്ട്. എന്നാലും ഇത് നിർബാധം എവിടെ നിന്നൊക്കെയോ തുടരുക. അപ്പം നമുക്കറിയാം ചിലർ കഞ്ചാവ് വളർത്തുന്നു. ഇപ്പോൾ കഞ്ചാവിൻ്റെ കാലം കളഞ്ഞിട്ട് കുറച്ച് പേര് MDMAയുടെ പുറകെ പോകുന്നു. ഈ തലമുറ ഇങ്ങനെ പോകാൻ കാരണം എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ മൊബൈൽ ദുനിയായിൽ ഈ സ്ക്രീനിൽ വരുന്ന കാര്യങ്ങളല്ലാതെ, അല്ലെങ്കിൽ സ്ക്രീനിലുള്ള കാര്യങ്ങളല്ലാതെ റിക്രിയേഷണൽ ഫെസിലിറ്റീസ് നമ്മുടെ നാടുകളിൽ കുറഞ്ഞു കഴിഞ്ഞു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിലുള്ള ചെറുപ്പക്കാരെവിടെയെങ്കിലുമൊക്കെ കൂടി ഒരു നെറ്റ് കെട്ടി വോളിബോൾ കളിക്കും. അപ്പോൾ ഓരോ ഗ്രാമങ്ങളിലും വോളിബോൾ കളിയുണ്ടായിരുന്നു. അന്ന് ആ വോളിബോൾ കളിക്കുന്നത് ഒരു നാണം കേടൊന്നുമല്ല. നല്ല കളിക്കാർ കേരളത്തിൽ നിന്ന് ജിമ്മി ജോർജിനെ പോലുള്ള പി ഉദയഭാനു, ജിമ്മി ജോർജ്, സിറിൽ സി വെള്ളൂർ, അങ്ങനെ നല്ല നല്ല കളിക്കാർ എഴുന്നേറ്റ് വന്നൊരു കേരളമാണ്. എന്നാൽ അതൊരു 80 കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പതുക്കെ വലകളും വോളിബോളുകളും ഒക്കെ അപ്രത്യക്ഷമായി. 90കളായപ്പോഴത്തേന് അതൊന്നും കാണാതായി. പിന്നെ നമുക്ക് വോളിബോൾ കോർട്ടുകളോ ടെന്നീസ് കോർട്ടുകളോ അല്ലെങ്കിൽ ബോൾ ബാഡ്മിൻ്റനോ ഷട്ടിൽ ബാഡ്മിൻ്റനോ ഇങ്ങനെയുള്ള റിക്രിയേഷണൽ ഫെസിലിറ്റീസ് നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ എന്തെങ്കിലും ഒരു സ്റ്റേഡിയം പണിതിട്ടാൽ ഇട്ടു. പക്ഷേ അതിനകത്ത് ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് ഒത്തിരി നാൾ ആഗ്രഹമുണ്ടായിരുന്നു ബോളിങ് ചെയ്യണം. ബോളിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബോളാണ്. അതിങ്ങനെ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് അതിങ്ങനെ ഒരു തറയെ കൂടി ഇങ്ങനെ ഉരുട്ടി ദൂരെ ചെന്നൊരു ഒരു കോട്ടറിനകത്ത് ഇങ്ങനെ ഈ 4 കമ്പും 5 കമ്പും പോലെ ഇരിക്കും. അതിനെ ഇടിച്ച് കുഴിയിടണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോയിന്റ് കിട്ടും. എനിക്ക് ഒത്തിരി നാൾ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വർഷങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കത് ബോളിങ് ചെയ്യണം. പക്ഷേ എങ്ങും ഒരു ചാൻസ് ഇല്ല. അങ്ങനെ എൻ്റെ മോളെ കാണാൻ ഞാൻ ഹൈദരാബാദിൽ പോയപ്പോൾ അവരെന്നെ കൊണ്ടുപോയി ഒരു 3rd ഫ്ലോറിൽ ഒരു മാളിൻ്റെ 3rd ഫ്ലോറിൽ ബോളിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേര് ഒരു ടീം ചേർന്ന്, എത്ര രൂപ ആയെന്ന് എനിക്കറിയത്തില്ല, 450 500 രൂപ ആയി കാണും. പക്ഷെ അത് കളിക്കാൻ നല്ല രസമായിരുന്നു. കളിച്ചു. എനിക്കൊരു 50 പോയിൻറ്റോളം കിട്ടി. എൻ്റെ മോനൊരു 70 പോയിൻ്റ് കിട്ടി. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു 40 45 50 പോയിൻ്റ് കിട്ടി. അപ്പോൾ അതിനൊരു ടൈമുണ്ട്. ഇത്ര ഡ്യൂറേഷൻ നമുക്ക് എറിയാമെന്നുള്ള, ഇത്ര പ്രാവശ്യം നമുക്ക് എറിയാമെന്നുള്ള ഡ്യൂറേഷനുണ്ട്. അപ്പം ഓരോരുത്തർക്കായിട്ട് അവരുടെ സ്ക്രീനിൽ പേര് വരുന്നതനുസരിച്ച് നമ്മൾ എറിയും. നമ്മുടെ പോയിൻ്റ് നമുക്ക് പോയിൻ്റ് കയറും. അപ്പോൾ ഒരു നല്ല കളിയാണ്, നല്ലൊരു ശരീരത്തിന് ആയാസമുള്ള കളിയാണ്. അപ്പം അങ്ങനെയുള്ള റിക്രിയേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്കൂള് തലത്തിൽ എന്തെങ്കിലും ഓട്ടമോ ചാട്ടമോ അവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നല്ലാതെ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള യൗവനക്കാർക്ക് എന്നോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ +2 പഠിച്ച് ITI പഠിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു, അവർക്ക് മുന്നോട്ടൊരു വഴിയില്ല, ജോലിയില്ല. അങ്ങനെ നിരാശയിലിരിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് പിന്നെ ഈ നിരാശ മറക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം സംഘടിപ്പിക്കാനും ഒക്കെ ആയിട്ട് പലതരം ഹിന്ദിയിൽ പറഞ്ഞ ഹത്ത് കണ്ട അപ്പനാത്ത എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഉപായങ്ങൾ ചിന്തിച്ച് അതിനെ അവലംബിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലുമുള്ള ഇന്നത്തെ തലമുറയോട് നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ സ്വീകരിപ്പാനും തയ്യാറല്ല. അതാണ് ഏറ്റവും വലിയ ശരി. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. അങ്ങനൊരു ലോകത്ത് നാം ഇന്നാളുകളിൽ സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത്, there should be more entertainment facilities for the younger generation so that they can get അതുപോലെ തന്നെ ഈ നമ്മുടെ സിറ്റികളിലുള്ള പോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലും ഈ പ്രൈവറ്റ് റേഡിയോ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ എറണാകുളത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പ്രൈവറ്റ് റേഡിയോ ഓപ്പറേറ്റേഴ്സ് തുടങ്ങുക. അത് മുഖാന്തരം ഞാനൊരു സിറ്റിയിൽ ഒത്തിരി ചേഞ്ച് വരുന്നത് കണ്ടതാണ്. പ്രൈവറ്റ് റേഡിയോ, റെഡ് ചില്ലി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പിന്നെ
പ്രൈവറ്റ് റേഡിയോ ചാനൽ വരുന്ന മുഖാന്തരം അതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് കാണുന്ന യൗവനക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുഖാന്തരം അവർ മറ്റുള്ള ഇതിനകത്തുനിന്ന് മാറി യഥാർത്ഥമായിട്ട് കുറച്ചൊരു റിയൽ എൻ്റർടൈൻമെൻറ്റ് അവർ കണ്ടെത്തുന്നതായിട്ട്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഇല്ല. അപ്പം പിന്നെ എന്തുവാ ചെയ്യുന്നത്? അമ്മയോടോ അപ്പനോടോ പറഞ്ഞിട്ട് ഏതെങ്കിലും 250 cc വണ്ടി വാങ്ങിച്ച് ഞാനൊന്ന് ഓർക്കുന്നു, കേരളത്തിൽ നിന്ന് ഒരാൾ എന്നെ കാണാൻ വന്നു. ഞാൻ എൻ്റെ പൾസർ എടുത്തുകൊണ്ട് പുള്ളിയെ റിസീവ് ചെയ്യാൻ ചെന്നിട്ട് പുള്ളി പൾസറെ കയറിയില്ല. ഞാൻ ചോദിച്ചു, എന്തോ ബ്രദറെ, കറുകച്ചാലുകാരനാണ്. അത് പാസ്റ്ററെ, നാട്ടിൽ ഇത് ഡെത്ത് സെൻറ്റൻസ് പോലെ, പൾസർ ഉള്ളവനെല്ലാം ചാവുക, എല്ലാവരും ആക്സിഡൻ്റ് ഉണ്ടാവും. അപ്പം അവർക്ക് യൗവനക്കാർക്ക് പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അപ്രിസിയേഷൻ സ്വീകരിക്കാൻ വേണ്ടി അതുവഴി ഇതുവഴി വെട്ടിച്ചോടിക്കുക, ചാടിച്ചോടിക്കുക, സ്റ്റണ്ട് കാണിക്കുക. ദേ ഓൾ ലുക്ക് ഫോർ അപ്രിസിയേഷൻ. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കുരുത്തങ്കേട് കാണിച്ചിട്ട് എവിടെങ്കിലുമൊക്കെ പോയി വീണ് മിക്കവാറും ആൾക്കാർ അപ്പാച്ചയോ അല്ലെങ്കിൽ ഇൻഫീൽഡോ ഓടിക്കാൻ അറിയാത്തവരൊക്കെ എല്ലാം വാങ്ങിച്ച് അതെവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ച് നശിച്ച് മരണപ്പെടുന്നൊരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. ഇതിനെല്ലാം കാരണം നമ്മുടെ വരും തലമുറയെക്കുറിച്ച് നമുക്ക് വളരെ ചിന്തയുണ്ടായിരിക്കണം. നമ്മൾ നെട്ടോട്ടം ഓടുന്നത് സാമ്പത്തികം ഉണ്ടാക്കാനാണെങ്കിലും, എനിക്കൊരറിയാം, ഞാനുണ്ടായിരുന്ന ടൗണിൽ വലിയൊരു പണക്കാരൻ, ഒറ്റ മോനേ ഉള്ളൂ. അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ വഴക്കുണ്ടായി, എനിക്ക് പൾസറിൻ്റെ 220 വേണം. അവൻ അന്ന് വാങ്ങിച്ചു കൊടുത്തു. അവനൊരു ചൗരായി ചെന്ന് ഒരു ജംഗ്ഷനിൽ ചെന്ന് ഒരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ച് സ്പോട്ടിൽ ചത്തുപോയി. ഒറ്റ മോനേ ഉള്ളായിരുന്നു. അപ്പോൾ അപ്പനും അമ്മയ്ക്കും അവരുടെ വേദന അറിയാം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർ എൻഗേജ് ആണോ, അവർ ചെയ്യുന്നത് എന്താണ്, അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ, അവർ സ്ട്രെസ്സുണ്ടോ, അവരുടെ സ്ട്രെസ് ലെവൽ എന്ത് എന്നൊക്കെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അവരെന്തോ ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്താ അവരുടെ ലൈഫ്, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് ഒരു വലിയ തലമുറ നാശത്തിലേക്ക്, ഒരു വലിയ തലമുറ നാശത്തിലേക്ക് ഒഴുകി നീങ്ങുന്ന മിടുക്കന്മാരൊക്കെ, സമ്പത്തുള്ളവരും മിടുക്കന്മാരുമൊക്കെ വിദേശങ്ങളിൽ ജോലി സമ്പാദിച്ച് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഒരു 15% യൗവനക്കാർ എന്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, വീട്ടിൽ പണമില്ല, ആരും പഠിപ്പിക്കാനില്ല, പിന്നെ ഒന്നും ചെയ്യാൻ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, ലൈഫിനെ കുറിച്ച് നിരാശരായിട്ട് കുറ്റകൃത്യങ്ങളിലും മറ്റുള്ള ഇൻടോക്സിക്കേഷനിലും പോകുന്ന ഒരു കാലയളവിലേക്കാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നാളുകളിൽ നാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നത് പോലെ തന്നെ റിക്രിയേഷണൽ ഫെസിലിറ്റീസിനും പഞ്ചായത്ത് തലത്തിലും പിന്നെ NGO തലത്തിലും യൗവനക്കാരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് വളരെ ശ്രദ്ധയോടെ റീഹാബിലിറ്റേഷൻ ചെയ്യാനും അവരെ കൗൺസിൽ ചെയ്യാനും ഉള്ള സെൻറ്റേഴ്സ് ഉയർന്നു വരണം. അതുപോലെ തന്നെ ഇങ്ങനെ വഴിവിട്ട ആൾക്കാരെ നേർവഴിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടാകണം. അങ്ങനൊരു ശ്രദ്ധ നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ വരും തലമുറയുടെ കാലത്ത് ഇന്നത്തേക്ക് 10 കൊല്ലത്തിന് ശേഷം പതുക്കെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് നമ്മുടെ നാട് കേരളം പോവുകയും നിവൃത്തിയില്ലാതെ പലരും കേരളം വിട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇതിനാൽ നാടുകളിൽ നാം ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കാതെ, അല്ലെങ്കിൽ സീരിയസ് ആയ വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തിട്ട് അതിനെ പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരാനും അതിനെ ഇറാഡിക്കേഷൻ ചെയ്യാനും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു ബ്യൂട്ടിഫുള്ളായ അല്ലെങ്കിൽ ഒരു ആശയമുള്ള കേരളത്തെ പടുത്തുയർത്താനായിട്ട് സാധിക്കും.